ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പഠിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നും അതുപോലെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലവുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേരിയൻസ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം വേരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ വേരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എന്താണ്, മീൻ ആണ് അല്ലെ. മീൻ ആണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് ലാംഡ ആണെന്ന്. അതായത് ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് ലാംഡ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. പക്ഷെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫോർമുല എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. സോ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പി ഓഫ് എക്സ് അല്ലെങ്കിൽ പി എം എഫ് എന്ന് പറയുന്നത് ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഫോർ ദ വാല്യൂസ് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എറ്റ്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സമ്മേഷൻ എക്സിന്റെ റേഞ്ച് എങ്ങനെയാണ് കൊടുക്കുന്നത്, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ കൊടുക്കും. എക്സ് സ്ക്വയറിനെ അതുപോലെ എഴുതി പി ഓഫ് എക്സിന് പകരം നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് ആയ ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ് സ്ക്വയറിനെ നമ്മളൊന്ന് റീറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ഒക്കെ ചെയ്തപ്പോൾ അതിലും ഇങ്ങനത്തെ ട്രിക്സ് തന്നെയാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ സെയിം മെത്തേഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിനെ നമ്മൾ റീറേറ്റ് ചെയ്ത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് എഴുതാനായിട്ട് പോവാ. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയർ തന്നെയാണ് കിട്ടുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന എക്സ് സ്ക്വയറിന് പകരം നമ്മൾ എഴുതി. അതുപോലെ പി എം എഫ് എന്ന് പറയുന്നത് അതുപോലെ എഴുതാണ്, ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ എന്നും എഴുതി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ഈ സമ്മേഷന്റെ കൂടെ നമ്മൾ ആദ്യത്തെ ടേമായ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1ഉം അതിന്റെ കൂടെ നമ്മൾ ഈ പി എം എഫിനെയും കൊടുക്കും. അതുപോലെ അടുത്ത സെക്കൻഡ് ടേം ആയിട്ട് നമ്മൾ സമ്മേഷനും അതിന്റെ കൂടെ എക്സിനെയും അതിന്റെ കൂടെ ഈ പി എം എഫിനെയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വരുന്നത് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പി എം എഫ് എന്ന് പറയുന്നത് ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നോക്കി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്, ഇവിടെ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി, സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് അല്ലേ ഇത്. കാരണം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് ആണ് നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. സോ ഈ സെക്കൻഡ് ടേം മൊത്തത്തിൽ എന്താണ്, പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് ലാംഡയാണ്. അപ്പൊ ഇത്രയും ചേഞ്ചസ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വരുത്തുന്നുണ്ട്. നോക്കിക്കേ, സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയലിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എങ്ങനെ എഴുതാണ്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതി. അതുപോലെ സെക്കൻഡ് ടേം മൊത്തത്തിൽ എന്തായി മാറി, നമ്മുടെ മീൻ ആണ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ആണ് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ. സോ അതിനെ നമുക്ക് ലാംഡ എന്ന് റീറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1നെ ന്യൂമറേറ്റർ നിന്നും ഡിനോമിനേറ്റർ നിന്നും ക്യാൻസൽ ചെയ്യാനായിട്ടും പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, നമുക്കറിയാം ഡിനോമിനേറ്ററിൽ ഇവിടെ ഒരു എക്സ് മൈനസ് 2 കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്തതുപോലെ നമ്മൾ മുകളിലത്തെ ഈ ലാംഡ റേസ് ടു എക്സിനെ ഒരു 2 ഉൾപ്പെടുത്തി റീറൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ റേഞ്ച് എങ്ങനെയാ വരിക, എക്സ് എന്ന് പറയുന്നത് ഇനി 0 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സിന് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് 2 അതായത് മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് വരും. അതുപോലെ എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ എന്താ വരിക, 1 മൈനസ് 2 അതായത് മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ഇത് രണ്ടും ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇനി 2 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി നമ്മൾ ലാംഡനെ റീറേറ്റ് ചെയ്ത് എഴുതുവാണ്. ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് 2. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡ റേസ് ടു എക്സ് എന്ന് തന്നെയാണ് കിട്ടുക. ബാക്കിയുള്ളതിനൊന്നും ചേഞ്ച് ഇല്ല. ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലാംഡ സ്ക്വയറിനെയും ഇ റേസ് ടു മൈനസ് ലാംഡയും അതായത് എക്സ് ഇല്ലാത്ത ടേംസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കാനായിട്ട് പോവാം. സോ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ ലാംഡ സ്ക്വയറിനെയും ഇ റേസ് ടു മൈനസ് ലാംഡേനെയും നമ്മൾ
പുറത്തെടുത്തു. ഇനി ബാക്കി എന്താ എഴുതുക? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡനെ അതുപോലെ തന്നെ എഴുതി. ഈ സമ്മേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ലാംഡ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ലാംഡ ബ്രാക്കറ്റിൽ ആദ്യം നമുക്ക് എക്സിന്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താ വരിക? ലാംഡ റേസ് ടു 2 മൈനസ് 2, അതായത് ലാംഡ റേസ് ടു 0 ബൈ 2 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 0 ഫാക്ടോറിയൽ എന്ന് വരും. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 3 കൊടുത്താൽ എന്താ വരിക? ലാംഡ റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ എന്ന് വരും. അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 4 കൊടുത്താലോ ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ. പിന്നെ നമ്മുടെ പ്ലസ് ലാംഡ അതുപോലെ എഴുതി. സോ ഇനി നമുക്ക് അറിയാം ലാംഡ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്, 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നതും 1 ആണ്. സോ ഈ ബ്രാക്കറ്റിലെ ടേംസ് എങ്ങനെയാണ് വരിക? 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ. ഇങ്ങനെയാണ് എഴുതുക. അതായത് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം എന്താണ്? ഇ റേസ് ടു ലാംഡയുടെ എക്സ്പാൻഷൻ അല്ലേ. അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ പ്ലസ് ലാംഡ എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് ലാംഡ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ലാംഡ പ്ലസ് ലാംഡ, മറ്റേ ലാംഡ നമ്മൾ അതുപോലെ തന്നെ എഴുതി. അതായത് ലാംഡ സ്ക്വയർ ഇ റേസ് ടു 0 പ്ലസ് ലാംഡ എന്നാണ് വരിക. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ലാംഡ, അതായത് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്ന് കിട്ടി. നമുക്ക് വേണ്ടുന്നത് എന്താണ്? വേരിയൻസ് ആണ് അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരെ കണ്ടുപിടിച്ചിട്ട് നിർത്തരുത്. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ് അല്ലെ. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്കിപ്പോൾ കിട്ടി ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ ആണ്. അതുപോലെ നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ ആണ്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ ലാംഡ പിന്നെ സ്ക്വയറിനെ അതുപോലെ എഴുതി. സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ലാംഡയാണ്. അപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമുക്ക് മീനും അതുപോലെ വേരിയൻസും എന്ത് തന്നെയാണ്? ലാംഡ. പാരാമീറ്റർ ആയ ലാംഡ തന്നെയാണ് നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ കിട്ടുന്നത്. സോ ഇത് ഓർത്ത് വെച്ചോളാം. ഇനി നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ടെലിഫോൺ എക്സ്ചേഞ്ച് കോൾസ് അറൈവ് അറ്റ് ആൻ ആവറേജ് റേറ്റ് ഓഫ് 4 കോൾസ് പെർ മിനിറ്റ്. അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ അവിടെ ഒരു മിനിറ്റിൽ റിസീവ് ചെയ്യുന്ന കോൾസിന്റെ ആവറേജ് വാല്യൂ ആണ് ഈ തന്നിരിക്കുന്ന 4 എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ പെർട്ടിക്കുലർ മിനിറ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോ കോൾസ് അറൈവ്, അതായത് അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി 3 കോൾസ് അറൈവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 കോൾസ് അറൈവ് ചെയ്യുന്നതിന്റെ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിക്സ്ഡ് നമ്പർ ഓഫ് ട്രയൽസ് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? കൃത്യമായിട്ട് നമ്പർ ഓഫ് ട്രയൽസ് ഒന്നും തന്നിട്ടില്ല. പകരം എന്താ തന്നിരിക്കുന്നത്? ആവറേജ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് മീൻ തന്നിട്ടുണ്ട്. അപ്പോ ആവറേജ് നമ്പർ ഓഫ് ഇവന്റ്സ് പെർ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ നമ്മൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. സോ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് കിട്ടിയത് ലാംഡയാണ്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ആവറേജ് റേറ്റ് 4 എന്ന് പറയുന്നത് എന്താണ്? ലാംഡയുടെ വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ലാംഡ ഈക്വൽ ടു 4 എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇനി നമുക്ക് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൾസും അറൈവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് എ പാർട്ട് എന്ന് പറയുന്നത് പി ഓഫ് 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. നമുക്കറിയാം പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പി ഓഫ് എക്സ് അല്ലെങ്കിൽ പി എം എഫ് എന്ന് പറയുന്നത് ലാംഡ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. ഫോർ ദ വാല്യൂസ് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. അപ്പോൾ പി ഓഫ് 0 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? 0 ആണ് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും 4 റേസ് ടു 0 ഇ റേസ് ടു മൈനസ് 4 ബൈ 0 ഫാക്ടോറിയൽ എന്നാണ് വരിക. അപ്പൊ നമുക്കറിയാം 4 റേസ് ടു 0യും 0 ഫാക്ടോറിയലും എന്ത് തന്നെയാണ്? 1 അല്ലേ. അതായത് പി ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് ഇ റേസ് ടു മൈനസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 0.0183 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു കോൾസും അറൈവ് ചെയ്യാതിരിക്കുന്നതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സാക്ട്ലി 3 കോൾസ് അറൈവ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടുന്നത് പി ഓഫ്
3 ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. ലാംഡയുടെ വാല്യൂ 4 ആണ്. സ്മോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമ്മുടെ ഫോർമുല എങ്ങനെ മാറും? പി ഓഫ് 3 എന്ന് പറയുന്നത് ഈക്വൽ ടു 4 റേസ് ടു 3 ഇ റേസ് ടു -4 ബൈ 3 ഫാക്ടോറിയൽ എന്ന് മാറും. നമുക്കറിയാം 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. ഇ റേസ് ടു -4 അതുപോലെ ഇട്ടു. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. അതായത് നമുക്ക് ഫൈനലി ഇതിന്റെ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ 0.195 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 2 കോൾസ് അറേ, അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1ൽ നിന്നും നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കിട്ടും. അപ്പോൾ എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് ആണ് വരിക? എക്സ് ഈക്വൽ ടു 0യും വരും, എക്സ് ഈക്വൽ ടു 1ഉം വരും. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യാനായിട്ട് പറ്റുക? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ എ പാർട്ടിൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 1ഉം കൂടെ വേണം അല്ലേ? സോ അത് നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അതായത് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 4 റേസ് ടു 1 ഇ റേസ് ടു -4 ബൈ 1 ഫാക്ടോറിയൽ എന്നാണ് കിട്ടുക. അതായത് ഇതെന്ത് തന്നെയാണ്? 4 ഇ റേസ് ടു -4 ആണ്. സോ ഇതിന്റെ വാല്യൂ നമുക്ക് 0.0733 എന്നാണ് കിട്ടുക. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യുടെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതുകയാണ് 0.0183 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 1ന്റെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചു 0.0733. അങ്ങനെ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 0.9084 എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്